ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തരിക്കഞ്ഞിയാണ്. തരിക്കഞ്ഞി അഥവാ റവക്കഞ്ഞി അല്ലെങ്കിൽ റവ കാച്ചിയത് എന്ന് പറയും. ഞങ്ങൾ റവ കാച്ചിയത് എന്ന് തന്നെ പറയാറ്. അപ്പം ഇടയത്താഴത്തിന് വേണ്ടിയാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 ഗ്ലാസ്സിനുള്ള അളവിനാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് വറുക്കാനിടാം. ഫ്ലെയിം തീരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റവ വറുക്കാൻ ഇടണം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂണ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവയൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരുപാടല്ല, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ റവ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കാം. ഞാൻ ഓൺ സ്പോട്ടിൽ തന്നെയാണ് വോയിസ് കൊടുക്കുന്നത്. സമയമില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇപ്പം തന്നെ 10 മണി കഴിഞ്ഞു. അപ്പം ഇതിപ്പോൾ ഇടയത്താഴത്തിന് വേണ്ടിയല്ലേ, അതുകൊണ്ടാണ് ഈ സമയത്ത് ചെയ്തത്. അപ്പം നേരത്തെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ചീത്തയായി പോകാം. പാൽ നമ്മൾ ചേർക്കുന്നതല്ലേ, ഇരിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം, അതെനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇന്ന് 10 മണിക്ക് ശേഷമാണ് റവ കാച്ചൻ എടുക്കുന്നത്. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം കട്ടിപ്പാൽ തന്നെ 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് റവയൊന്ന് വേവാൻ വേണ്ടിയാണ് ആദ്യം 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. കൂട്ടി വെച്ച് ഇത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും, കട്ട പിടിക്കും. പിന്നെ ആ കട്ട മാറത്തില്ല. ആ കട്ട പിടിച്ചാൽ അതേപോലെ തന്നെ കിടക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ റവ നന്നായിട്ട് തിളച്ച് കുറുകി പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ് പാലും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത് ഒരു 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ആണ് കേട്ടോ. പപ്പാതി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് അത്ര കുറിയ പാൽ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് വെള്ളം കൂടെ ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ 2 ഗ്ലാസ് പാൽ തന്നെ ചേർത്താലും മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളകി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ഏലക്കായും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 2 ഗ്ലാസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാച്ചെന്ന് വെച്ചാൽ 1 ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ റവ എന്ന രീതിയിലാണ് ഞാൻ കാച്ചിയെടുക്കുന്നത്. അതാകുമ്പം ഒത്തിരി അങ്ങ് ലൂസ് ആവത്തില്ല, അതേപോലെ ഒരുപാട് അങ്ങ് കുറുകി വരത്തില്ല. കറക്റ്റ് പാകമാണ്. 1 ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ. റവ ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം തിരിക്കുന്നോറും ഒന്ന് കുറുകി വരും. അപ്പം അതിനനുസരിച്ച് നമുക്ക് ചൂടോടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാച്ചി വെച്ചിട്ട് രാത്രി ഇപ്പം 4 മണിയൊക്കെ ആകുമ്പം ഇത് തണുത്ത് ഉറങ്ങിയിരിക്കും. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പം നമുക്ക് ഇതേപോലെ സെറ്റാക്കി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിന് തിളച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ആറാൻ വേണ്ടി വെക്കണം. ഈ ചൂടോടെ അടച്ച് വെക്കരുത്, അന്നേരം പാട മൂടിക്കെട്ടും. പാട മൂടിക്കെട്ടി കഴിഞ്ഞാൽ ഓരോ പീസ് പോലെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കും. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് പീസായിട്ട് ഇങ്ങനെ പാട അവിടെ ഇവിടെ കിടക്കും. കുടിക്കുമ്പം എന്തോ ഒരു സുഖമില്ലാത്ത പോലെ തോന്നും. അപ്പം ഇത് തുറന്ന് വെച്ച് നന്നായിട്ട് ഇതേപോലെ ഇളക്കി ചൂട് മാറ്റാം. ഞാനിപ്പോൾ ചൂടാറാൻ വേണ്ടി മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ചിലർ ഇതിലേക്ക് ചുവന്നുള്ളി മൂപ്പിച്ചൊക്കെ ചേർക്കും. ഞാനിപ്പം ഇങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണ്.
അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.